ഞങ്ങൾ എല്ലാവരുടെയും ഐക്യത്തിന് വേണ്ടി നിലകൊള്ളുന്നവരാണ്. അത് ഓരോ കാറ്റഗറിയല്ല, ലോകം മുഴുവൻ ഐക്യബോധത്തോടെ മുന്നോട്ടേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങളെല്ലാം. അതുകൊണ്ട് ഇന്ന ഐക്യം വേണം, ഇന്ന ഐക്യം വേണമെന്ന് ചോദിക്കണ്ട, എല്ലാ ഐക്യം വേണമെന്നാണ് നമ്മുടെ അഭിപ്രായം. മനുഷ്യർ മുഴുവൻ ഐക്യപ്പെട്ട് പോകണമെന്ന് എന്തിനാണ് വെറുതെ സംഘർഷാത്മകമായ രീതിയിൽ വിഭജനം നടത്തുന്നത്? അത് RSSൻ്റെയും BJPയുടെയും ഒരു പരിപാടിയാണ്. എല്ലാവരും അവർക്ക് എല്ലാ വർഗീയവാദികൾക്കും എന്ത് വേണം? ഒരു അവര നാമം വേണം, എന്നിട്ട് അതിനെ എതിർക്കണം. അതാണ് അവരുടെ പൊതുവായ സ്വഭാവം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ മനുഷ്യരും ചേർന്ന് മുമ്പോട്ടേക്ക് പോവുകയാണ് വേണ്ടത്. ഇവിടെ മഹാഭൂരിപക്ഷം വരുന്ന, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 50% വരുന്ന മനുഷ്യർക്ക് 3% സ്വത്തേ ഉള്ളൂ ഇന്ത്യയിൽ. 50% വരുന്ന ജനങ്ങൾക്ക് 3% സ്വത്ത്, 5 ആൾക്ക് 20% സ്വത്ത്, 10 ആൾക്ക് 80% സ്വത്ത്. ഇതാണ് നമ്മുടെ മുമ്പിലുള്ള 10%-ന് 80% സ്വത്ത്. ഇതാണ് ഇന്ത്യയുടെ സ്ഥിതി. അതാണ് ഞാൻ പറഞ്ഞത്. എല്ലാവരും യോജിക്കണം. എന്തിനാ യോജിക്കാതിരിക്കുന്ന അഭിപ്രായമുള്ളത്? ഞങ്ങളുടെ നിലപാട് എല്ലാവരും യോജിച്ച് മുമ്പോട്ടേക്ക് പോകണമെന്നാണ്. ഒരു തരത്തിലുള്ള ഭിന്നിപ്പും കൂടി സമുദായമായാലും രാഷ്ട്രീയമായാലും പ്രസ്ഥാനമായാലും ഏത് പ്രസ്ഥാനം. ഇപ്പം ഇന്നലെ പണിമുടക്ക് നടത്തിയപ്പോൾ VD സതീശൻ തെറ്റായ നിലപാടല്ലേ സ്വീകരിച്ചത്? തൊഴിലാളി വർഗത്തിൻ്റെ യോജിപ്പിനെ അംഗീകരിക്കില്ലേ വേണ്ടേ? അതുകൊണ്ടാണല്ലോ തൊഴിലാളികൾ എന്ന രീതിയിൽ INTC ആയാലും STU ആയാലും CITU ആയാലും AITC ആയാലും എല്ലാവരും ചേർന്ന് മുമ്പോട്ടേക്ക് പോകണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അവരുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി അവരെല്ലാം ചേർന്ന് മുമ്പോട്ടേക്ക് പോകണം. അതിനെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയാണ് രാഷ്ട്രീയ കാര്യങ്ങൾ പറഞ്ഞ് ഇവിടെ നിങ്ങൾ യോജിക്കാൻ പാടില്ല എന്ന് INTCക്കാരോടും പറഞ്ഞു, STUക്കാരോടും പറഞ്ഞു, ലീഗും പറഞ്ഞു, കോൺഗ്രസും പറഞ്ഞു. അതല്ലേ ഇവിടെ ഉണ്ടായ സ്ഥിതി. ഇവിടെ തൊഴിലാളികൾ യോജിച്ചുകൊണ്ട് എന്താണ് രാഷ്ട്രീയമായ പ്രശ്നം വരുന്നത്? ഇത് തൊഴിലാളി വർഗത്തിൻ്റെ ഒരു താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി ഈ ലേബർ കോഡുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിലല്ലേ അവർ സമരം. അതുപോലെ തന്നെ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യമല്ലേ അവർ മുന്നോട്ടേക്ക് വെച്ചത്. സ്വകാര്യവൽക്കരിക്കുന്ന ഇലക്ട്രിസിറ്റി ഉൾപ്പെടെ സ്വകാര്യവൽക്കരിക്കുന്ന എതിരായിട്ടല്ലേ അവർ മുമ്പോട്ടേക്ക് വന്നത്. ബാങ്കുകൾ ചേർത്തുകൊണ്ട് ആ വലിയ കുത്തകയാക്കി മാറ്റുന്നതിനെതിരായിട്ടല്ലേ അവർ മുന്നോട്ടേക്ക് വന്നിട്ടുള്ളത്. എല്ലാം സ്വകാര്യവൽക്കരണ പ്രശ്നമാണല്ലോ അവതരിപ്പിക്കുന്നത്. അപ്പോൾ അതിൽ യോജിച്ച് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നവർക്ക് യോജിച്ച് പോകണ്ടേ? പോകണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. നമ്മൾ ഇന്ത്യയെ സംബന്ധിച്ച് 2-3 പ്രബല വിഭാഗം മാത്രമാണ് ജനങ്ങളുമായിട്ട് വൈരുദ്ധ്യത്തിലുള്ളത്. അതൊന്ന് ഇന്ത്യയിലെ കോർപ്പറേറ്റുകളാണ്. അവരുമായിട്ട് നമുക്ക് യോജിച്ച് പോകാൻ പറ്റില്ല. അത് അവർ ശത്രുതാപരമായ നിലയിൽ തന്നെയാണ് കോർപ്പറേറ്റുകൾ. മറ്റൊന്ന് ഫ്യൂഡൽ വിഭാഗങ്ങൾ, മറ്റൊന്ന് സാമ്രാജ്യത്വ ഫിനാൻസ് മൂലധനം. ഇവരൊഴിച്ച് ബാക്കി മുഴുവൻ ജനങ്ങൾ യോജിക്കണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഈ 3 നാമമാത്രമായ എണ്ണ ഒഴിച്ച് ബാക്കി എല്ലാവരും യോജിക്കണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അതിനെ പരിശോധിച്ചോട്ടെ. കണക്കെല്ലാവരും ശരിയായിക്കോളും. വേഗം കണക്ക് ശരിയാക്കിയില്ല, കണക്കെല്ലാം ശരിയായിക്കോളും. അതിന് ഞങ്ങൾക്ക് ഉറപ്പൊന്നുമില്ല. അതാ ഞാൻ പറഞ്ഞത്. അതൊക്കെ ശരിയായിക്കോളും വേഗം. അതിൻ്റെ ഉത്തരവെല്ലാം പറഞ്ഞു. ഇനി അതിനെപ്പറ്റി പറയേണ്ട കാര്യമില്ല. എന്തൊക്കെയാണോ പോകേണ്ടത് അതൊക്കെ ശരിയായിക്കോളും. ഇല്ലെങ്കിൽ ഉത്തരവാദിത്തം അവരെ ഏറ്റെടുത്തോളണം. ഞങ്ങൾക്ക് എന്താ പ്രശ്നം? അതിനെ ന്യായീകരിക്കാൻ പിടിക്കാനൊന്നും ഞാൻ പോകുന്നില്ല. അതൊക്കെ കൃത്യമായിട്ട് ചെയ്തുകൊള്ളണം. ചെയ്യേണ്ട ഉത്തരവാദിത്തം നിർവഹിച്ചുകൊള്ളണം ആരായാലും. എന്താ അവർ പ്രമേയം തന്നെ പാസ്സാക്കിയല്ലോ. പിന്നെ ഇന്നലെ പറഞ്ഞത് മാത്രം ഞാൻ ഒന്നുകൂടി ആവർത്തിച്ചത് മാത്രമേ ഉള്ളൂ. പറഞ്ഞിട്ടുണ്ട്. പൂർണ്ണമായ അർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. മൗദൂദി സിദ്ധാന്തം അംഗീകരിക്കാൻ പറ്റുന്നതല്ല. അത് സമുദായത്തിൻ്റെ അകത്ത് സംഘർഷം ഉണ്ടാക്കുന്നതാണ്, മതസൗഹാർദ്ദത്തെ തകർക്കുന്നതാണ്, വർഗീയത നമുക്ക് ഒരു തരത്തിലും ഗുണം ചെയ്യുന്നതല്ല, വിഭജനവും അംഗീകരിക്കാൻ പറ്റില്ല എന്ന് ഒക്കെ ഇന്നലെ പ്രസിഡന്റ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു സെക്കൻഡ് പോലും ബന്ധമുണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ അത്. പിന്നെ വീണ്ടും ആവർത്തിക്കേണ്ട എന്താ കാര്യം? ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുമായി ഒരു സെക്കൻഡ് ബന്ധം പോലും രാഷ്ട്രീയമായി ഉണ്ടാക്കിയിട്ടില്ല. കേരളത്തിലുമില്ല, ഇന്ത്യയിലുമില്ല, ലോകത്തൊരു പ്രസ്ഥാനം ഉണ്ടാക്കിയിട്ടില്ല. കളവ് പറയുന്നതിനെപ്പറ്റി ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കണ്ട. ഞങ്ങളിത് വ്യക്തമാക്കിയിട്ട് പിന്നെ അത് പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങളേത് പത്ര? അല്ല ചോദിച്ചത് നേരത്തെ ആരാ ചോദിച്ചത്? നിങ്ങളെ ചോദിച്ചു. നിങ്ങളേതാ? ന്യൂസ് മലയാളം. എങ്ങനെ? അങ്ങനെ പിന്നെ ഒറ്റന്നല്ലേ കൊണ്ടു? പിന്നെ രണ്ടെണ്ണത്തിനാ? അങ്ങനെയാണെങ്കിൽ പിന്നെ ഒറ്റൊന്നല്ലേ കൊണ്ടു? രണ്ടെണ്ണം വേണ്ടല്ലോ. അതാ ഞാൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അവർ രണ്ടാളും പൂർണ്ണമായി യോജിപ്പോടു കൂടിയാണെങ്കിൽ പിന്നെ ഒറ്റ പ്രസ്ഥാനം മതിയല്ലോ. പിന്നെ ഇതിൻ്റെ രണ്ടെണ്ണം
അതാണ് അതിൻ്റെ ഉത്തരം. രണ്ടു വ്യത്യസ്ത ആശയ രീതിയിൽ പ്രവർത്തിക്കുന്ന സംഘടനകളാണ്. അത് നിങ്ങൾ വ്യാഖ്യാനിച്ചാൽ മതി. അതല്ല നിങ്ങൾക്ക് വിട്ടിരിക്കുകയാണ്. ഞങ്ങൾ ചർച്ച ചെയ്ത് തുടങ്ങിയില്ല. ഇല്ല, പിന്നെ വേറെ ചോദ്യം ചോദിക്കേണ്ട കാര്യം എന്താ ഉള്ളൂ? ഞങ്ങൾ ഉഭയകക്ഷി ചർച്ച ചെയ്ത് തുടങ്ങിയില്ല. രമേശ് ചെന്നിത്തല ഞങ്ങൾ ചർച്ച തീരുമാനിക്കുന്നു. നമ്മൾ ചർച്ച ചെയ്തില്ല, തീരുമാനിക്കും രമേശ് ചെന്നിത്തല. ചെയ്യുന്ന കോശം പണ്ട് ഓണം നേരത്തെ വന്നതുകൊണ്ടാണ് കൊടുക്കാൻ പറ്റാതെന്ന് പറഞ്ഞത്. അത് ചോദിക്കണം മറുപടി ആയിട്ട് കേട്ടോ. അപ്പോൾ പുസ്തകമൊന്നും അധികം കിട്ടിപ്പോയതിൻ്റെ പ്രശ്നമാണ്. എന്തു പറയും, യാതൊരു മടിയില്ലാത്ത ഒരു പാർട്ടി എന്ന് പറഞ്ഞാൽ പുസ്തകം നേരത്തെ കിട്ടിയത് 9ാം ക്ലാസ്സിലെ കുട്ടിക്ക് 10ാം ക്ലാസ്സിലെ കിട്ടിയെന്നോ കിട്ടിയത്. ഓ ആയങ്ങ് തൂക്കണ്ടേ ഇപ്പം? അല്ല, ആയങ്ങ് തൂക്കും. അതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത്. ഞാൻ പേര് പറഞ്ഞില്ല എന്നല്ലേ ഉള്ളൂ. ആ പ്രസംഗിച്ചോട്ടെ. അദ്ദേഹം ഞാൻ പറഞ്ഞതാണ് കാര്യം. അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾക്ക് പാഠപുസ്തകം കൊടുക്കാൻ സാധിക്കാതിരുന്നത് ഓണം മുൻകൂട്ടി വന്നതുകൊണ്ടാണെന്ന്. അങ്ങനെ ഓണം മുൻകൂട്ടി വരുമോ? അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ എന്നെ അധിക്ഷേപിച്ചുകൊണ്ട് എന്നെ അപ്പുറം എന്ത് പറഞ്ഞാലും എനിക്ക് പ്രശ്നമല്ല. നെഗറ്റീവായ ഒരു കാര്യവും നമ്മൾ മൈൻഡ് ചെയ്യുന്ന പ്രശ്നമില്ല.